പിന്നോക്ക വിഭാഗങ്ങളെ പ്രത്യേകമായി പരിഗണിക്കുമെന്നും നിലവിൽ നാമമാത്രമായ OEC ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഭാഗങ്ങൾക്ക് പൂർണ്ണമായ OEC ആനുകൂല്യം നൽകുന്നതിന് ഞങ്ങൾ ഒപ്പം ഉണ്ടാകുമെന്ന് പറയുന്ന ആ മുന്നണിയെ ആത്മാഭിമാനമുള്ള സമുദായം അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് രണ്ട് കൈയും നീട്ടി നമ്മളെ സ്വീകരിക്കേണ്ടതാണ്. ഇതൊരു ഇലക്ഷനോടനുബന്ധിച്ച് വരുന്ന പ്രവർത്തനമാണ്. ഇലക്ഷന് മുമ്പിലാണ്. ഇനി ആരെയും നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല, ഇനി ആരെയും നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല, ഇനി ആരെയും നമ്മളെ കൈനീട്ടി നിന്നിട്ട് കാര്യമില്ല. ആ പ്രവർത്തനങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം. അവരെ വിജയിപ്പിച്ച് കയറുന്ന എല്ലാ ഇടപെടലുകളും നടത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. മറ്റൊരു മുന്നണിയും ഈ പറയുന്ന അതിപിന്നോക്കക്കാർക്ക് എന്താ അതിപിന്നോക്കക്കാര് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഗ്രൂപ്പ് 8-ൽ കിടക്കുന്ന പ്രത്യേക സംവരണമൊന്നും ശുപാർശ ചെയ്യാത്ത OBH വിഭാഗത്തിൽപ്പെട്ട ഗ്രൂപ്പ് 8-ൽ കിടക്കുന്നവർക്ക് പ്രത്യേക കമ്മീഷനും അവരുടെ സാമൂഹിക വിദ്യാഭ്യാസ തൊഴിൽപരമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുന്ന മാനിഫെസ്റ്റോ ഇറക്കിയത് ഏത് മുന്നണിയാണോ ആ മുന്നണിയോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് കൂടി നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് വന്ന് നോൺ ക്രീമി ലെയറിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ ഉൾപ്പെടുത്തണം. അതായത് പരമ്പരാഗതമായി തൊഴിൽ ചെയ്യുന്ന പരമ്പരാഗതമായി ഉപജീവന മാർഗം നടത്തി വരുന്ന വിഭാഗങ്ങളെ ക്രീമി ലെയറിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിട്ടും ഇതുവരെ നടപ്പിലാക്കാത്ത സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് മൈക്രോ ക്രെഡിറ്റ്സിൽ ഉൾപ്പെടുത്തി ഇപ്പൊ സ്വയം സഹായ സംഘങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പീപ്പിൾ സർവീസ് സൊസൈറ്റിയിലൂടെ നൽകുന്ന സ്ത്രീ ശാക്തീകരണത്തിന് സ്ത്രീകളുടെ സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും അവരുടെ ജോലി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സഹായം കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നുള്ള നേരിട്ടുള്ള സഹായം നമ്മൾക്കും കൂടി ഈ വിഭാഗങ്ങൾക്കും കൂടി വിത്തൗട്ട് സെക്യൂരിറ്റിയിൽ നമ്മൾക്ക് അനുവദിച്ചു കിട്ടണം. കാരണം പാലക്കാട് ജില്ലയിലെ വടക്ക് സമുദായത്തിന്റെ MPC-യുള്ള അംഗ സംഘടനകൾക്കും കോടിക്കണക്കിന് ആസ്തിയോ വസ്തുക്കളോ ഒന്നുമില്ല. നമ്മൾക്കൊന്നും ഒരു കാലാകാലങ്ങളിൽ വരുന്ന ഒരു സർക്കാർ 1 ഇഞ്ച് ഭൂമി പോലും പതിച്ചു നൽകിയിട്ടില്ല. എന്തെങ്കിലും ഒരു സാംസ്കാരിക നിലയം തുടങ്ങാനോ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനോ പതിച്ചു നൽകിയ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. അപ്പൊ നമ്മളെയും അതേപോലെ സഹായിക്കുന്ന രീതിക്ക് വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് സ്ത്രീ ശാക്തീകരണത്തിന് മൈക്രോ ക്രെഡിറ്റിൽ ഉൾപ്പെടുത്തി പലിശരഹിത വായ്പകളും മറ്റും അനുവദിച്ചു തരുന്നത് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടുള്ള സഹായം നമ്മളെപ്പോലുള്ള സംഘടനകൾക്ക് നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. അതേപോലെ തന്നെ സമുദായത്തിന് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിച്ചു തരണം. നമ്മൾക്ക് എല്ലാവർക്കും അറിയോ, ഇതിനു മുമ്പ് പല തവണകളായിട്ട് നമ്മളെ പല സന്ദർഭങ്ങളിൽ പല നേതാക്കന്മാരും വന്ന് സമീപിച്ചു. അത് സർക്കാരിന്റെ പ്രതിനിധികളായിട്ട് പോലും സമീപിച്ചു. അവരെന്താ നമ്മളോട് പറഞ്ഞത്? എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ നയമല്ല, സഹകരണ മേഖലയിലാണ് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ നയം. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം ആർക്കെങ്കിലും അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമുദായത്തിനും പ്രഥമ പരിഗണന അതിൽ ലഭിച്ചിട്ടുണ്ടാവുന്നു. 3 മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. കാരന്തൂരുള്ള യുനാനി മെഡിക്കൽ കോളേജ്, സെൽഫ് ഫൈനാൻസ് യുനാനി മെഡിക്കൽ കോളേജിന് എന്തുകൊണ്ടാണ് ന്യൂനപക്ഷ പദവിയോട് കൂടിയിട്ട് അവർ എയ്ഡഡ് പദവി കൊടുത്തത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. വടുകന്മാരെ കാണാതെ വടുകന്മാരുടെ സംഘടനാ ശേഷി ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളുടെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു ഒരു നേരിട്ടുള്ള ഒരു സൂചനയാണ് നമ്മൾക്ക് അതിലൂടെ തന്നത്. എന്തുകൊണ്ട് ഈ സെൽഫ് ഫൈനാൻസിംഗ് യുനാനി മെഡിക്കൽ കോളേജിന്റെ എയ്ഡഡ് പദവി നൽകിയെങ്കിൽ പാലക്കാട് ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന 5 നിയോജക മണ്ഡലങ്ങളിലും ആര് ജയിക്കണം ആര് തോൽപ്പിക്കണമെന്ന് എന്നുള്ള നിലപാടെടുക്കുവാൻ ശേഷിയും സംഘടനാബോധവും വോട്ടിംഗ് സിസ്റ്റവുമുള്ള ഈ സമുദായത്തിന് വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണത്. ഒരു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം കേരളത്തിൽ ആർക്കെങ്കിലും കൊടുത്താൽ നിങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് നമ്മുടെ പ്രസിഡന്റിനെ നേരിട്ട് വന്ന് അറിയിച്ചൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ കണ്ടു 3 മാസങ്ങൾക്ക്. ഇനി ആരുടെ വാതിലിൽ നമ്മൾ മുട്ടണം, ആരുടെ കാലിൽ നമ്മളെ പിടിക്കണം? നമ്മുടെ വിദ്യാഭ്യാസപരമായ സാംസ്കാരികപരമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് അർഹമായ ഭരണഘടന അനുവദിക്കുന്ന ആനുകൂല്യം നേടിത്തരുന്നതിന് വേണ്ടി ആരുടെ കാലം പിടിക്കണമെന്ന് ഈ രാഷ്ട്രീയ സമൂഹം നമ്മളെ ബോധ്യപ്പെടുത്തി തരണം. ആ ബോധ്യപ്പെടുത്തി തരാൻ തയ്യാറാവാത്തടത്തോളം കാലം നമ്മുടെ സമുദായം അവര് രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളും ഒന്ന് ചേരി തിരിയുകയും ചേരി മറിയുകയും ചെയ്യാൻ ഉള്ള രാഷ്ട്രീയ ബോധം നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഇലക്ഷന്റെ 5-6 ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് കോട്ടയം മൈതാനത്ത് വെച്ച് നമ്മളൊരു വനിതാ സംഗമവും 1000-കണക്കിന് വനിതകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ഗംഭീര പ്രകടനവും നടത്തിയത്. ഇതൊന്നുമല്ല വടക്ക് സമുദായത്തിന്റെ ശക്തി. ഞങ്ങൾ ഈ സംഘടന നടത്തുമ്പോൾ ഈ സംഗമം നടക്കുമ്പോൾ നമ്മളിത് ആവശ്യപ്പെട്ടതാണ്. ഒരു വീട്ടിൽ നിന്ന് ഒരു വനിത വന്നാൽ മതി, കൂടുതൽ പേരൊന്നും വരണ്ട. ആ ഒരു വീട്ടിൽ നിന്ന് ഒരു വനിതയെ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളൂ. മുഴുവൻ ഞങ്ങളെ റോട്ടിൽ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഈ ഭരണകൂടത്തിനും ഈ രാഷ്ട്രീയ സമൂഹത്തിനും താങ്ങാൻ കഴിയില്ല എന്നുള്ള ബോധം കൂടി ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ മുന്നണികൾക്കും ഉണ്ടാവണമെന്നും അതിന് മാത്രം വേണ്ടിയിട്ടാണ് ഈ ഇലക്ഷന്റെ 4 ദിവസം മുമ്പ് നമ്മുടെ ഈ വനിതാ സംഗമം നടത്തിയത്. വടുകൻ കൊണ്ടും കൊടുത്തും വളർന്നവരാണ്, ഇനിയും കൊണ്ടും കൊടുക്കാനും തയ്യാറാണ് ഞങ്ങൾ എന്നുള്ളത് കൂടി ഈ സന്ദേശം കൂടി എല്ലാവരെയും അറിയിപ്പിക്കണം. ഇത് വി കെ ശ്രീകണ്ഠൻ സാറെ ഉദ്ദേശം വെച്ചോ ഉന്നം വെച്ചോ പറഞ്ഞതല്ല.
പക്ഷേ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് സാർ. 28 വർഷത്തെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ നടന്നു വരുമ്പോ ഞങ്ങൾ വളരെ സങ്കടത്തോടു കൂടി കണ്ടിട്ടുണ്ട്. ജാതി സംഘടനയുടെ പരിപാടിക്കോ നിങ്ങൾക്ക് വേറെ പണിയില്ലേ, എന്തിന് ഞങ്ങളെ വിളിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ ജനപ്രതിനിധികളുടെ മുമ്പിൽ നിന്ന് തലയും താഴ്ത്തി ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്ന, സങ്കടത്തോടു കൂടി ഇറങ്ങി വന്ന നേതൃത്വത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് ഞങ്ങളുടെ തിണ്ണ നിരങ്ങാൻ ആ പ്രസ്ഥാനത്തിന്റെ ആ പാർട്ടിയുടെ ആൾക്കാർ കയ്യിൽ നീട്ടി വരുന്നതിൽ ആഹ്ലാദമുണ്ട്, സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതും ഞങ്ങൾ മുന്നിൽ കാണുന്നതും അതാണ്. ഞങ്ങളോട് ചെയ്യാത്തത് ചെയ്യരുത് എന്ന് നിഷ്കർഷിക്കരുത്. വടികൻ ജനാധിപത്യ ബോധമുള്ളവരാണ്. ജനാധിപത്യത്തിൽ ജാതി സംഘടനയുടെ സ്ഥാനം എന്താണ് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയ സമുദായമാണ് വടിക സമുദായം. അവരെ കുത്തിനോവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം വടികന്റെ ശക്തി, ഇതെല്ലാം വടികൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ 5 നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്നത് എന്ന് നിങ്ങളുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അവകാശ പ്രഖ്യാപനം ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.